ചൂതുസഭയിൽ പരാജിതരായ പാണ്ഡവരെയും അവരുടെ ധർമ്മപത്നിയാകുന്ന പാഞ്ചാലിയെയും അപമാനിക്കാവുന്നതിൻ്റെയും പരമാവധി അപമാനിച്ചിരിക്കുന്നു. എന്നാൽ ഇവയെല്ലാം കഴിഞ്ഞ് മഹാവിപത്ത് മനസ്സിലാക്കിയ ധൃതരാഷ്ട്ര മഹാരാജൻ യുധിഷ്ഠിരനും സഹോദരങ്ങൾക്കും പാഞ്ചാലിക്കും അവരുടെ സ്വത്തുക്കളെല്ലാം തന്നെ തിരികെ നൽകി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അയക്കുന്നു. എന്നാൽ ഇത് ധൃതരാഷ്ട്രരുടെ സന്താനങ്ങൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കും മാതുലനായ ശകുനിക്കും ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. അതേ കാരണത്താൽ ദുശാസനൻ പറയുന്നു, നാം കഷ്ടപ്പെട്ട് നേടിയ സർവ്വധനമൊക്കെ ആ കിഴവൻ കളഞ്ഞു കുളിച്ചു. ശത്രുക്കൾക്ക് മടക്കി കൊടുത്തിരിക്കുന്നു. ആ ദ്രവ്യം വീണ്ടെടുക്കണം, അല്ലാതെ വെറുതെ വിട്ടുകൊടുത്തുകൂടാ മഹാരഥന്മാരെ. ദുര്യോധനൻ, കർണൻ, ശകുനി എന്നീ പാണ്ഡവ വിരോധികൾ വൈചിത്രവീര്യനായ ധൃതരാഷ്ട്ര മഹാരാജാവിനെ കണ്ട് ഇപ്രകാരം ഭംഗിയായി പറഞ്ഞു: ശത്രുസൂതനായ രാജാവേ, ഭവാൻ ചെയ്തത് ശരിയായില്ല. പണ്ട് ദേവാചാര്യനായ ബൃഹസ്പതി ശക്രനോട് പറഞ്ഞ നീതി ഭവാൻ കേട്ടിട്ടില്ലേ? ശത്രുക്കൾ വധിക്കപ്പെടേണ്ടവരാണ്. എല്ലാവിധ ഉപായങ്ങളും അവരോട് പ്രയോഗിക്കാം. മുമ്പേ പോരിൽ അങ്ങയ്ക്ക് കടുത്ത അഹിതം ചെയ്തവരാണല്ലോ അവർ. ഞങ്ങൾ ചൂതിൽ നേടിയെടുത്ത പാണ്ഡവരുടെ ധനം കൊണ്ട് രാജാക്കളെ സൽക്കരിച്ച് ആ രാജാക്കളുടെ ധനസഹായത്തോടുകൂടിയും സഹായത്തോടുകൂടിയും പാണ്ഡവന്മാരോട് പൊരുതുകയാണെങ്കിൽ എന്താണ് വൈഷമ്യം? ക്രോധത്തോടെ കൊല്ലുവാൻ പത്തി വിരിച്ചു നിൽക്കുന്ന സർപ്പത്തെ ആരെങ്കിലും കഴുത്തിൽ അണിയുമോ? ശസ്ത്രമെടുത്തുകൊണ്ട് ക്രോധത്തോടുകൂടി തേരിൽ കയറിയ പാണ്ഡവന്മാർ ചീറ്റുന്ന സർപ്പങ്ങളെപ്പോലെ സകലരെയും കൊല്ലുകയും ചെയ്യും. ആവനാഴിയും ഗാണ്ഡീവവും എടുത്ത് പാർത്ഥൻ സന്നദ്ധനായി നിൽക്കുന്നു. വിജൃംഭിതനായി നമ്മളെ എല്ലാവരെയും അവൻ നോക്കുന്നു. തടിച്ച ഗദയും കയ്യിലേന്തിക്കൊണ്ട് രഥത്തിൽ കയറി കോപത്തോടെ ബൃഹോദരൻ പോയത്. നകുലൻ വാളും പരിചയമെടുത്ത് തൻ്റെ ഭാവം മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്തിയാണ് പോയിരിക്കുന്നത്. സഹദേവനും നാനാസ്ത്രങ്ങളോട് കൂടിയാണ് തേരിൽ കയറി പോയിരിക്കുന്നത്. അവരഞ്ചു പേരും നമ്മളെ തകർക്കാനായിരിക്കും ഇപ്പോൾ ശ്രമിക്കുന്നത്. നമ്മുടെ മുൻപിൽ പരാജിതരായ അവർ ഒരിക്കലും ഇനി നമ്മളോട് പൊറുക്കുകയില്ല. നാം പാഞ്ചാലിയോട് ചെയ്ത അപരാധം അതിലവർ ക്ഷമിക്കുമെന്ന് ഭവാൻ വിചാരിക്കുന്നുണ്ടോ? ഇനിയും വൈകിയിട്ടില്ല. വനവാസത്തിന് വേണ്ടിയുള്ള ഒരു ചൂതാട്ടത്തിന് വിളിക്കാം. വിളിച്ചാൽ യുധിഷ്ഠിരൻ വരും. അപ്പോൾ കളിയറിയാത്ത അവനെ നമുക്ക് എളുപ്പത്തിൽ ചൂതിൽ തോൽപ്പിക്കാം. ഇത്തവണ ഒരു കരാറ് വേണം. അവരോ നമ്മളോ ചൂതിൽ തോറ്റാൽ തോറ്റവർ 12 സംവത്സരം തോലെടുത്ത് വനവാസം ചെയ്യണം. 13-ാം വർഷം ജനമധ്യത്തിൽ അജ്ഞാതവാസം ചെയ്യണം. ആളെ അറിഞ്ഞാൽ വീണ്ടും 12 വാസം. മാതുലനായ ശകുനി ഉള്ളപ്പോൾ യാതൊന്നും തന്നെ വിഷമിക്കേണ്ട. അക്ഷജ്ഞനാണ് ഗാന്ധാര രാജാവ്. ഇങ്ങനെ അടിസ്ഥാനം ബലപ്പെടുത്തി ഉറപ്പിച്ച് ഒരുങ്ങി നിൽക്കുക. അവർ 13 വർഷം വ്രതം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നമുക്കവരെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുവാൻ കഴിയും. അതിനുള്ള കരുത്ത് അതിനിടയിൽ നമ്മൾ സമ്പാദിക്കും. ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജൻ പറയുന്നു, ഇപ്പോൾ അവർ വളരെ ദൂരത്ത് എത്തിയിട്ടുണ്ടാകും. എന്നാലും അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരിക. പാണ്ഡവർ ഇനിയും ഒരിക്കൽ കൂടി ചൂതിൽ പൊരുതട്ടെ. ഒരിക്കൽ കൂടി നടക്കട്ടെ ചൂതുകളി. ധൃതരാഷ്ട്ര മഹാരാജന്റെ ഇടപെടൽ കേട്ടപ്പോൾ അന്ധനായ അദ്ദേഹത്തെ എല്ലാവരും ഉപദേശിച്ചുകൊണ്ട് പുത്രസ്നേഹം മൂലം വീണ്ടും ആപത്തിലേക്ക് ഇറങ്ങരുതെന്ന് ദ്രോണാചാര്യർ, സോമദത്തൻ, ബാൽഹികൻ, ഗൗതമൻ, വിതുരൻ, അശ്വത്ഥാമാവ്, വീരവൈശ്യപുത്രനായ യുയുത്സു, ഭൂരിശ്രവസ്, ഭീഷ്മപിതാമഹൻ, മഹാരഥനായ വികർണൻ എന്നിവരെല്ലാം ഉപദേശിച്ചു. ചൂത് വേണ്ടെന്നും ശമനം സ്വീകരിക്കണമെന്നും എല്ലാവരും പറഞ്ഞു. എന്നാൽ ഇതൊന്നും കേൾക്കാൻ ധൃതരാഷ്ട്ര മഹാരാജൻ തയ്യാറായില്ല. സൂതപ്രിയനായ ധൃതരാഷ്ട്ര മഹാരാജൻ പാണ്ഡവരെ വീണ്ടും ചൂതിന് വിളിക്കുന്നു.